ആ ചാള വെട്ടണേണ. പിന്നെ അല്ലാണ്ട് എന്ത് വിചാരിച്ച് ഇന്നിപ്പോ എന്തായിട്ട് ചാള മേടിക്കാൻ വേണ്ടി അയിലെല്ലാം മേടിച്ചോണ്ടേക്കണം. ഇതെന്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നേക്കണേ? പറ്റിക്കണ പറ്റിക്കണത് ഞാനാണ് പറ്റിച്ചത്. ഞാൻ പറ്റിച്ചൊന്നുമില്ല, നിങ്ങളാ കൊള്ള. ചാള മേടിക്കാൻ വേണ്ടി അയിലയും മേടിച്ചു കൊണ്ടേക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്ത് മേടിച്ച. എന്തായാലും ചാള വെക്കാം. നമ്മള് കപ്പ മേടിച്ചിട്ടില്ലേ, ഇനി ചാളയും കപ്പയും കൂടി നമുക്ക് കറി വെക്കണം. ശരി, ഇതാണ് നമ്മൾ വാങ്ങിച്ചേക്കണ കപ്പ. ഇത് ഇനി ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് കപ്പയും ചാളയും കൂടി ഇന്ന് കറി ഭക്ഷണം എന്നതാണ്. ഇന്ന് അഖിലിൻ്റെ പണി മുടക്കാണ്. അപ്പോൾ നമുക്കിന്ന് വേറെ ഒരിടപാടിനും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കിന്ന് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫുഡ് പ്രിപ്പറേഷൻ, കപ്പ ക്ലീൻ ചെയ്യൽ. ആവശ്യമുള്ള പാൽക്കപ്പയാക്കിയോ. ചാള വെട്ടി കഴിഞ്ഞു. ഇനി ഞാനിത് കറി വെക്കട്ടെ. ഓ, ഇവിടെ മുഴുവൻ പ്രദേശം മുഴുവൻ അണ്ടയാക്കി. ഇതാ കൊണ്ട് ചെയ്യിക്കാത്തത്. അന്ന് എന്നെ പറഞ്ഞോട്ട് വേറെ ആളെ നിർത്തുന്ന ഇവിടെ. എനിക്ക് വയ്യ, നിങ്ങൾ എന്നെ ചെയ്യണെന്ന്. വീട്ടിൽ നിന്നിട്ട് നമുക്കൊരു പണി തന്നിട്ട് നമുക്ക് തെറിയായി. ഇത് മുഴുവൻ ഇവിടെ തൊഴുത്ത് പോലെ ആക്കിയിട്ടുണ്ട്. ആ, ഞങ്ങൾ പശുക്കളാണ്, അതാണ് ഇങ്ങനെ തൊഴുത്തിൽ കിടക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ചു. ആ, ഇത് എന്നോട് പറയേണ്ടി വെച്ചാ. കറി വെക്കുവായിരുന്നു. പിന്നെ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്, കറി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. അങ്ങനെ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം ആദ്യമായിട്ട്. വേറെ ഞാൻ വേപ്പില ഇതും ഇടണം. അതിന് വേപ്പില കുറച്ചുകൊണ്ട് ദിവസമല്ലേ പോയി. വേപ്പില ഇട്ടു. ഇനി അത് തവി കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് മൊരിയട്ടെ. എണ്ണ മതിയോ? എണ്ണ അതൊക്കെ മതി. കുറച്ച് ഉപ്പിടുക. കുറച്ചും കൂടി ഇട്. പാചകക്കാരന് പാചകം അറിയാൻ മേലുണ്ടായ ഇപ്പൊ എപ്പോഴും ചെയ്യാന്ന് പറഞ്ഞു വന്നിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് ഇട് ഉപ്പ്. കൂടിപ്പോയ പ്രശ്നമാണ്. നമുക്ക് കുറഞ്ഞാൽ നമുക്ക് കൂട്ടാം. കൂടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ അത് കഴിഞ്ഞിട്ട് ഇതിനി അരപ്പിടണം. മുരിഞ്ഞു വരട്ടെ. അറിയാലോ, ഞാനിത് പറഞ്ഞേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ നല്ല എക്സ്പെർട്ടാണെന്നാണല്ലോ പറയുന്നത്. പിന്നെ ഞാൻ മറ്റേ ഹോട്ടലിൽ പണ്ട് ഇത് തന്നെ ആയിരുന്നില്ല എന്റെ പണി. ഹോട്ടലിൽ തുടരുന്നില്ല. അപ്പൊ എനിക്ക് ഇതായിരുന്നല്ല എന്റെ ഇടപാട്. ഞാൻ പൊട്ടിപ്പോവും. അരപ്പിടുന്നു. അപ്പൊ അങ്ങനെ അരപ്പങ്ങടിടാം. മുരിഞ്ഞു വന്നപ്പോ ഇനി അങ്ങനെ പച്ചമണം മാറുന്ന വരെ ഇട്ട് ഇളക്കുക. ഈ പുളിയും ഇട്ടു. അടുത്തേക്ക് കുടപ്പുളിയും കിടക്കട്ടെ. ഇത് ഇനി ഈ എണ്ണയും ഈ സാധനങ്ങളും മറ്റേക്കണ മസാലകളും പുളിയും ഒക്കെ കൂടി ഒന്ന് മുരിഞ്ഞ് റെഡിയായിട്ട് വരുമ്പോൾ പൊടിക്ക് വെള്ളം ചേർക്കണം. എന്നിട്ട് നമ്മുടെ മീൻ ഇതിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് കഴിയുമ്പോൾ സംഗതി റെഡിയായി. വെള്ളം ഒഴിക്കാൻ പോകണമെന്ന് പറയാം. അടുത്ത ഇതിലോട്ട് വെള്ളം ചേർക്കണേ നമ്മൾ. ഇനി വേണോ വെള്ളം? അങ്ങനെ പിന്നീട് ഒഴിക്കാം. വേണമെങ്കിൽ പിന്നെ അവസാനം ഒഴിച്ചു കൊടുക്കാം. ഇതിലൂടെ വെള്ളം വേണം. കുറച്ചും കൂടി ഒഴിക്കുക. ഇനി അരപ്പ് തിളക്കട്ടെ. മൂടി വെക്ക്. 2 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. തിളച്ചക്കട്ടെ. അപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനുകൾ എടുത്തിടാം ഇതിലോട്ട്. തിളച്ചൊക്കെ വരട്ടെ. പൊടിക്ക് വെള്ളമൊക്കെ പറ്റി പുളിയും സാധനമൊക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ. അപ്പോൾ അതൊക്കെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മീൻ. കുറച്ച് നേരം കൂടി ഒന്ന് അത് ഇങ്ങനെ ഇരുന്ന് തിളക്കട്ടെ. ശരിക്കും ഒന്ന് വേഗണമല്ല.
പിന്നെ നമുക്കിനി കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് പാത്രത്തിലിട്ട്. നമുക്ക് മൂടി വയ്ക്കാം തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഉപ്പിടണം. അപ്പൊ നമുക്ക് പാൽക്കപ്പ ആക്കിയാലോ? എന്ത് വേണമെങ്കിലും ആക്കാമല്ലോ. എന്നാ ശരി, എന്നാ അങ്ങനെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉടച്ചെടുക്കണമെന്ന് തോന്നുന്നു. ഉടക്കി കപ്പ ഇങ്ങനെ ഉടച്ചോ. കപ്പ വെന്ത കപ്പ ഇങ്ങനെ അമ്മ ഉടയ്ക്കണം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഏതാണ്ട് നമ്മൾ ഉടച്ചിട്ടുണ്ട്. പാലൊഴിക്കുക. ഇനി പാലൊഴിക്കാൻ പോവുകയാണ്. ഇളക്കി ശരിക്കും മിക്സ് ചെയ്യുക. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വേണം എണ്ണ ഒഴിക്കാനായിട്ട്. അടുത്തായിട്ട് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. അപ്പോൾ ഇനി ഒരു ലക്ഷം ബട്ടർ ഇട്ട് കൊടുക്കണം നമ്മൾ. അപ്പോൾ എണ്ണ ഏകദേശം റെഡി ആയിട്ട് അതിലോട്ട് മുളക്, പച്ചമുളക്, ചുവന്ന മുളക് ഇതെല്ലാം കൂടി നമുക്ക് അതിലോട്ടിട്ട് മൂപ്പിക്കാം. അപ്പോൾ ഇനി പൊടിക്ക് ഉപ്പിടണം. അതിൽ നമ്മൾ ഉപ്പ് കുറച്ചാണ് ഓരോരുത്തരുടെ ഇതുപോലെ ചെയ്താൽ മതി. ഉപ്പ് പാകത്തിന് ചെയ്താൽ മതി, കൂടി പോകരുത്. എന്നിട്ട് വേപ്പില ഇടാം. നമ്മൾ വേപ്പിലയും കൂടി അപ്പോൾ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇനിയിപ്പം ഒന്നും കൂടി വാടി ആ വേപ്പിലയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കെടുത്ത് നമ്മുടെ കപ്പ് റെഡിയാക്കി വെച്ച് ഞങ്ങളോട് ഇതെടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ പാൽക്കപ്പ് റെഡിയായി. അപ്പോൾ നമ്മളുടെ മൊരിയിച്ച ഇതൊക്കെ കപ്പയിലോട്ട് ഇട്ട് മിക്സ് ചെയ്യാൻ പോകണം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു പ്ലേറ്റിൽ കുറച്ചെടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യും വീട്ടിൽ മേടിച്ചിട്ട്. നല്ലതാണ്.